മലയാളി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ വിസ്മി പാലാട്ടി. ഞാൻ ഇന്ന് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് ഫേസ്ബുക്ക് ലൈവായിട്ടും പോകുന്നുണ്ട്, നമ്മളുടെ ചാനലിലോട്ട് ഇടാനായിട്ടുള്ള റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിൻഡം കൗൺസിൽ എപ്പോഴും നമ്മുടെ മലയാളികളെ എന്ന് മാത്രമല്ല, ഈ ഒരു കൗൺസിലിലുള്ള പല ഭാഷകളിൽ സംസാരിക്കുന്ന നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ സഹായിക്കാനും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും കൗൺസിൽ എപ്പോഴും കുറെ നല്ല നല്ല പ്രോജക്ട്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു വർഷം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വിന്തം ലേണിംഗ് ഫെസ്റ്റിവൽ. വിന്തം ലേണിംഗ് ഫെസ്റ്റിവൽ തുടങ്ങിയിട്ട് 10 വർഷങ്ങളായി. അപ്പൊ ഇന്ന് ഈ ഒരു വർഷം 10ാമത്തെ വർഷത്തെ ആഘോഷമാണ് നമ്മൾ വിന്തം ലേണിംഗ് ഫെസ്റ്റിവലിൽ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വിന്തം ലേണിംഗ് ഫെസ്റ്റിവലിൽ എനിക്ക് 2 സെഷൻസ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കാം, കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് സംസാരിക്കാനായിട്ട് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ നമ്മൾ ടാർണിറ്റ് ലൈബ്രറിയിൽ വെച്ചിട്ട് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ടോപ്പിക് കൊടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്വതസിദ്ധമായ രീതിയിൽ അവർക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അതായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു സെഷൻ. അതിനുശേഷം നമ്മൾ കുറെ അധികം ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. 10 ഡേ സെഷൻസ് ആയിട്ട് ചെയ്തിരുന്നു. സ്കൂൾ ഹോളിഡേ പ്രോഗ്രാം ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് അഡൾട്ട്സിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അൺസ്ക്രിപ്റ്റഡ് എന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്കൊരു സ്ക്രിപ്റ്റ് ഇല്ലാതെ നമ്മുടെ ബിസിനസ്സിനെ പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അൺസ്ക്രിപ്റ്റഡ് എന്നുള്ള ഒരു പ്രോഗ്രാം വഴി ഞാൻ ചെയ്തത്. അതിന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ സെൻട്രൽ പാർക്ക് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പൊ അതില് നമ്മൾ ആളുകളെ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ വരുന്നു. അവർക്ക് അവരുടെ ബിസിനസ്സിന് ഒരു 4 P വെച്ചിട്ട്, അതെന്താണ് നമുക്കറിയാം, ഓരോ ആക്രോണിമിനും ഓരോ വാക്കുകളിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് 4 Ps വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു പിച്ചിങ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് എങ്ങനെ പിച്ചിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞാൻ അഡൾട്ട്സിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഡേയുടെ ആയിട്ട് നമ്മൾ ചെയ്ത ഒരു സംഭവം. അപ്പൊ അതിലൊരു 16 ആളുകളോളം സംസാരിച്ചവരിൽ അവരെല്ലാവരും തന്നെ ആ ഒരു പ്രോഗ്രാമിൽ നിന്ന്, ആ ഒരു 90 മിനിറ്റ്സ് പ്രോഗ്രാമിൽ നിന്നിട്ട് അവരുടെ പിച്ചിങ് ചെയ്യുകയായിരുന്നു. ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ എങ്ങനെ അവർക്ക് പിച്ചിങ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു അത് അവർ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെയധികം വിജയകരമായതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ 3 പ്രോഗ്രാമുകളാണ് ചെയ്യുന്നത്. 3 പ്രോഗ്രാമുകളിൽ ഒന്നാമത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് റേഡിയോന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ റേഡിയോയുടെ സെക്രട്ടറി ഡെബ്ര സുഗതി കുമാറും ഞാനും കൂടിയിട്ടാണ് എന്താണ് ഈ റേഡിയോ, എങ്ങനെയാണ് ഇവിടെ റേഡിയോയുടെ RJs ആകാനായിട്ട് പറ്റുക, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ റേഡിയോ പ്രോഗ്രാം വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ, ഹൗ വി ക്യാൻ ബിക്കം എ RJ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ജെബ്ര ചെയ്യുന്ന ഒരു പ്രോഗ്രാം എങ്ങനെ നമുക്ക് ഒരു ബുക്ക് എഴുതാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം ജെബ്ര ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും കുഞ്ഞുങ്ങൾക്കും അഡൾട്ട്സിനും വേണ്ടിയിട്ട് എങ്ങനെ ക്രൂഷ്യൽ കോൺവെർസേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നമ്മുടെ വിന്നഫമിന്റെ ഗ്രൂപ്പിലും നമ്മളുടെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് വിനഫം ഈ ഒരു കണ്ടിന്യൂവസ് ലേണിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയെ നമ്മുടെ അടുത്ത തലമുറയിലോട്ട് കൊടുക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു വലിയൊരു തീം വെച്ചിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഷ മലയാളമാണോ, മലയാണോ, അല്ലെങ്കിൽ പഞ്ചാബിയാണോ, ഹിന്ദിയാണോ, ഉറുദു, തെലുഗു, ഇന്ത്യൻ ഭാഷകൾ മാത്രമല്ല മാസിഡോണിയൻ, ഇറ്റാലിയൻ, അറബിക് തുടങ്ങിയ പല ഭാഷകളിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ റേഡിയോയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഡിയോയിൽ പല ഭാഷകളിൽ സംസാരിക്കാൻ കഴിവുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ഭാഷയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മലയാളം ഭാഷ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടണം, മലയാള ജാലകത്തിന്റെ കൂടെ കൂടണം. കൂടാതെ അടുത്ത ഒരു മലയാളം പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിലും അത് മലയാള ജാലകത്തിന്റെ കൂടെ നിന്നിട്ടായിരിക്കും നമ്മൾ അടുത്തൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു അറബിക് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ
ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴുള്ള അറബിക് പ്രോഗ്രാമുകാരുടെ കൂടെ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം നമ്മൾ ഓരോ ഓരോ ഭാഷകളെ ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന തെലുങ്ക്, അറബിക് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭാഷകൾ ഒക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട് അവരെയും ഈ ഒരു റേഡിയോ പ്രോഗ്രാമിൽ കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ഈ ഒരു വർഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഓണർ എന്ന് പറയുന്നത് നമ്മുടെ വിന്തമിന്റെ ഒരു അംഗം എന്ന നിലയിൽ, വിന്നഫമിന്റെ ഒരു അംഗം എന്ന നിലയിൽ നാം ചെയ്യുന്ന നല്ല പ്രവർത്തികളെ അല്ലെങ്കിൽ നമ്മുടെ ലേണിങ്ങിനോടനുബന്ധിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു 10ാം വർഷത്തിൽ വിന്തം ലേണിംഗ് ഫെസ്റ്റിവലിന്റെ ലേണിംഗ് അംബാസഡർ ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇറ്റ്സ് ആ ഒരു വലിയൊരു സംഭവം ശരിക്കും നല്ലൊരു ഒരു ഒരു ഉപാധിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെ ഒരുപോലെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ വിന്തം ലേണിംഗ് ഫെസ്റ്റിവൽ, എങ്ങനെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാനും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാനും ഫ്രീ ആയിട്ട് നടക്കുന്ന പ്രോഗ്രാമുകളാണ്. ഇത് നടക്കുന്നത് സെപ്റ്റംബർ 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലാണ്. എല്ലാ ഫ്രീ ഇവന്റുകളും പല പല സ്ഥലങ്ങളിലായിട്ടും ഓൺലൈനായിട്ടും കമ്മ്യൂണിറ്റി സെന്ററുകളിലായിട്ടുമാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക. നമ്മൾ അതിന്റെ പല രീതിയിലുള്ള അതിന്റെ രജിസ്ട്രേഷൻ ലിങ്കുകൾ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. റേഡിയോയെ പറ്റി കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ ലിങ്കുകൾ ഞാൻ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിന്തം ലേണിംഗ് ഫെസ്റ്റിവലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാനും കേൾക്കാനുമായിട്ട് പറ്റും. അപ്പൊ അതിന്റെ വിന്തം ലേണിംഗ് ഫെസ്റ്റിവലിന്റെ 2025 ലേണിംഗ് അംബാസഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എനിക്ക് നിങ്ങളോട് അതിനെപ്പറ്റി പറയാനും സംസാരിക്കാനും ഏറെ അഭിമാനമുണ്ട്. ഞാൻ 3 പ്രോഗ്രാംസ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ പങ്കെടുക്കാനായിട്ട് കഴിയും. മലയാളികളെ കാണാൻ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാകും. കൂടുതൽ നിങ്ങളുടെ ഏത് രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ ഒരു തുടർന്നുകൊണ്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് we invite everyone who are listening to me, especially who are listening in Malayalam. We invite you as a learning ambassador for the Vindham Learning Festival 2025. I invite everyone to come and experience the lifelong learning that council is doing. It's only for our people in this council. So share the word around, and then if you want to know more about it, I'm happy to come and share different details. So it is happening in September, the first week of September. It's every year we're doing that on first week of September. So September 1st to 7 that week, and there are many different programs in different languages and different ethnicities and different things, like crafting a book or creating different earrings, and then different First Nations people are coming and then doing different activities. Cooking classes are there. There are classes to increase your business continuity and then business involvement. So whatever way that you are doing different things there, we are there to help you, and it's a free learning time for you and for your life. So if you are a small business owner, or if you're thinking that you need to start something, come and connect with us and we will help you to continue your journey, because council is here to give you many different things and put your business, your energy within the council, so that we can learn and then earn everything in the council. So we have a great dream of that west side to build that business area, and at the same time a best community of that multicultural mindset. So if you are thinking that how do I connect with the council, this is the right time. Connect with us. So again, proud and thrilled and honored to be the learning ambassador for the
Windham Learning Festival 2025 and invite everybody to come and join us, and especially for the sessions that we are doing for our radio show, and along with Deborah and our wonderful secretary of the station. And then she is also running some other sessions to write your story and then be resilient. So come and do or enjoy the wonderful free events that's happening in September, and then save the dates for you and your kids. So that's what I wanna share with our wonderful listeners of Malayala Jalagam. നമുക്കറിയാം മലയാള ജാലകത്തിൽ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ഇംഗ്ലീഷുകൾ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നുണ്ട്. അതിന്റെ കാരണം പലരും വീഡിയോസ് കാണുമ്പോൾ എന്താണത് എന്ന് മനസ്സിലാകുന്നില്ല, ഭാഷ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന നോൺ മലയാളീസിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ആഡ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യമോ അല്ലെങ്കിൽ അതിന്റെ കുറ്റപ്പെടുത്തലോ അറിയാനായിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കണം. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലിനെയും നമ്മുടെ റേഡിയോ സ്റ്റേഷനെയും സഹായിക്കുന്ന വലിയൊരു സംരംഭമായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെയും മനോഹരമാക്കാനായിട്ട് സാധിക്കും. കുറേ നല്ല കാര്യങ്ങൾ കൗൺസിൽ നടത്തുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ അത് അറിയാതെ പോകുന്നുണ്ടാകും. കുറേ ഫണ്ടിങ് മോഡലുകൾ നടക്കുന്നുണ്ട്. കുറേ സിംഗിൾ ട്രേഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക. ഇത് മലയാള ജാലകം, നിങ്ങളുടെ ഹോസ്റ്റ് ബിസ്മി പാലാട്ടി on 88.9 FM. മറ്റൊരു മനോഹരമായ ഗാനം കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ബാക്ക്. നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ മലയാള ജാലകം എന്ന ഒരു ഷോ നടക്കുന്നത് എല്ലാ ശനിയാഴ്ചയും 9 മണി മുതൽ 11 മണി വരെയാണ്. പല ആർജേസും പല ഗസ്റ്റുകളും നമ്മുടെ ഈ ഷോയിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഷോയുടെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെയോ മനോജിനെയോ അറിയിക്കുക. നമ്മൾ ഓരോ വർഷവും ഓരോ മെമ്പർഷിപ്പ് ബേസിലാണ് വളണ്ടിയറിംഗ് ആയിട്ട് നമ്മൾ ഈ ഒരു റേഡിയോ ഷോ നടത്തുന്നത് തന്നെ. പക്ഷേ ഇതിനകത്ത് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഏതൊരു ശനിയാഴ്ച നിങ്ങൾ ഫ്രീ ഉണ്ടോ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. നമുക്ക് നിങ്ങളുടെ കഥകളും നിങ്ങളുടെ മനോഹരമായ ജീവിത കഥകളും ഒക്കെ നമുക്ക് മലയാളത്തിൽ നമ്മുടെ മലയാളികളോട് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് നമ്മുടെ റേഡിയോ സ്റ്റേഷൻ. 14 വർഷത്തോളമായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ശനിയാഴ്ചയും ഈ റേഡിയോ നടത്തുന്നു. അപ്പൊ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല പല നിർദ്ദേശങ്ങളും ഒരുപക്ഷെ നമുക്ക് റേഡിയോ ഹോസ്റ്റിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ആ ഓരോരോ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ ഓരോ ആഴ്ചകളായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് വിന്തം ലേണിംഗ് ഫെസ്റ്റിവലിനെ പറ്റിയിട്ടോ നമ്മുടെ വിന്തമിൽ നടക്കുന്ന മറ്റ് പരിപാടികളെ പറ്റിയിട്ടോ എങ്ങനെയാണ് ഗ്രാൻറ്റുകൾ ലഭിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടോ അതല്ല എങ്ങനെയാണ് ഈ റേഡിയോ സ്റ്റേഷന്റെ ഭാഗമാകാൻ പറ്റുക എന്ന് അറിയാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു വർഷം നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ റേഡിയോ സ്റ്റേഷൻ കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നല്ല നല്ല വാർത്തകളുമായി നല്ല നല്ല വർത്തമാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. ഇത് മലയാള ജാലകം on 88.9 FM.